8 വർഷം ഞാൻ ഈ സ്കൂൾ ട്രിപ്പ് എടുക്കുന്നത്. 10 കുട്ടികളുണ്ട് വണ്ടിയിൽ. ഇന്ന് 2 കുട്ടികൾ ലീവാണ്. പിന്നെ എനിക്കിതിന് നല്ലൊരു താല്പര്യമാണ്. ഡ്രൈവിംഗ് എന്ന് പറഞ്ഞു വെച്ചാൽ നല്ലൊരു താല്പര്യത്തോട് കൂടിയിട്ട് മുന്നോട്ട് പോയൊരു ജോലിയാണ്. ഇത് വന്നിട്ട് ഞാൻ സിറ്റി ക്ലീൻ വണ്ടിയിൽ പോയിട്ടുണ്ടായിരുന്നു. പാലക്കാട് നഗരസഭയുടെ കീഴിൽ സിറ്റി ക്ലീൻ വണ്ടി, അതിൽ 3 വീലറായിരുന്നു ഓട്ടിയത്, വലിയ വണ്ടി, ഗുഡ്സ് കയറിയത്. പിന്നെ ഞാൻ ഈ ഫീൽഡിലേക്ക് ഇറങ്ങി, കുട്ടികളുടെ ട്രിപ്പ് എടുക്കാനുള്ള ഫീൽഡിലേക്ക് ഇറങ്ങി. അത് 9 വർഷം ആയി ഈ ഫീൽഡ് തുടങ്ങിയിട്ട്. ഇതെനിക്ക് നല്ലൊരു വരുമാന മാർഗമാണ്. കുട്ടികളാണെങ്കിൽ നല്ല ഉഷാറാണ്. എൻ്റെ വണ്ടിയിൽ വരാൻ നല്ല ഇൻട്രസ്റ്റാണ് എല്ലാ കുട്ടികൾക്കും. ഇനിയും കുട്ടികൾ വരണം എന്നാണ് പറയുന്നത്. ആൻറ്റിൻ്റെ കൂടെ വരണം എന്നുള്ളതാണ് കുട്ടികൾ പറയുന്നത്. എനിക്ക് വാർഡിലെ കാര്യങ്ങൾ നോക്കണം. അതുപോലെ തന്നെ വാർഡിലുള്ള ആൾക്കാരുടെ കാര്യങ്ങൾ അന്വേഷിച്ച് അവർക്ക് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ മുനിസിപ്പാലിറ്റി പോകണം. പേപ്പർ വർക്ക് ഉണ്ടാവും, പല വർക്കുകളും ഉണ്ടാവും. അപ്പോൾ അതിന് നിരന്തരം ഞാൻ മുനിസിപ്പാലിറ്റിയിലേക്ക് എനിക്ക് പോകേണ്ടതായിട്ട് വരുന്നുണ്ട്. റെസ്റ്റ് ഇല്ലാത്തൊരു വർക്കാണ്. ഇപ്പോൾ ഈ സ്കൂൾ ട്രിപ്പ് എടുക്കുന്നത് 8 വർഷമായി. 10 കുട്ടികളുണ്ട് നമ്മുടെ വണ്ടിയിൽ ഓടുന്നുണ്ട്. അതിൻ്റെ മുന്നിലായിട്ട് പാലക്കാട് നഗരസഭയുടെ കീഴിൽ സിറ്റി ക്ലീനിങ് വണ്ടിയിൽ ഡ്രൈവറായിട്ട് 3 വീലറിലെ ഡ്രൈവറായിട്ട് വർക്ക് ചെയ്തായിരുന്നു, ഗുഡ്സ് കയറിയറിൽ. അതിനുശേഷമാണ് ഈ വർക്ക് എടുത്തത്. ഇപ്പോൾ ഞാൻ കൗൺസിലറാണ്. എനിക്ക് നിന്ന് തിരിയാൻ എൻ്റെ ഈ വർക്ക് കഴിഞ്ഞത് പിന്നെ മുനിസിപ്പാലിറ്റിയിൽ പോകുന്ന തിരക്കും വീട്ടിലെ പണി നോക്കാൻ ഒന്നും സമയം എനിക്ക് കിട്ടാറില്ല. ജനങ്ങളുടെ കാര്യം ശ്രദ്ധിക്കാനും അതിനെല്ലാം കൂടിയിട്ടാകുമ്പോൾ എനിക്ക് വീട്ടിൽ ഒന്നും നോക്കാൻ സമയം കിട്ടാറില്ല. എന്നാലും ഞാൻ ഫുൾ ടൈം അനുഭവം കുഴപ്പമില്ല. കുട്ടികളോടായിട്ട് നല്ല കുട്ടികൾക്ക് ആൻറ്റി എന്ന് പറഞ്ഞു വെച്ചാൽ ആൻറ്റി തന്നെ പോകണം. ഒരു നേരം വേറെ ഒരാളിനെ ഏൽപ്പിച്ചാൽ പറ്റില്ല. അപ്പോൾ ആൻറ്റി ഇല്ല പറഞ്ഞു വെച്ചാൽ അവർ അവരുടെ അമ്മമാരുടെ കരയാൻ നിൽക്കും, ആൻറ്റി വരണം എന്നുള്ളത്. അവർക്ക് നല്ല ഒരു സന്തോഷമാണ് ഞാൻ പോകുന്നത്. അവരോട് ഞാൻ അതുപോലെയാണ് പെരുമാറുന്നത്, നല്ല രീതിയിൽ മക്കളോട് പെരുമാറുന്നത്.